ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷാഡോ ട്രാവൽ. ഷാഡോ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ നാട്ടിലാണല്ലോ കേട്ടോ. അപ്പം നാട്ടിൽ നിന്ന് നമ്മൾ പിള്ളേരെയൊക്കെ ആയിട്ട് പുറത്തൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. വേറെ അങ്ങോട്ടല്ല, കിഡ്സ് പാർക്കിലോട്ടാണ് പോകുന്നത് കേട്ടോ. അവർ കുറേ നാളായി കളിക്കാനൊക്കെ അവർക്ക് പാർക്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് പോകണം. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, റോസ് പാർക്ക് എന്ന് പറയും. അപ്പം അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 15 കിലോമീറ്ററോടുണ്ട്. കുമളിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. കുമളിക്ക് പോകുന്ന വഴിയിൽ നിന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ഡൈവേർട്ട് ചെയ്ത് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് റോസ് പാർക്കിൽ ചെല്ലാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഗെയ്സ്, നമ്മളങ്ങനെ റോസ് പാർക്കിലെത്തിയിട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസേ. അപ്പോൾ നമ്മൾ അവരിവിടെ ഇറക്കി വെച്ച് പാർക്കിംഗ് അപ്പുറത്താണ്. അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാട്ടോ. അപ്പോൾ ഗെയ്സ്, അങ്ങനെ നമ്മൾ റോസ് പാർക്കിലെത്തി കേട്ടോ. നമ്മളിവിടുന്ന് എൻട്രി പാസ്സൊക്കെ എടുത്തു. എൻട്രി പാസ് 125 രൂപ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 350 രൂപയുടെ പാക്കേജ് ഉണ്ട്. അപ്പം മൊത്തം എൻട്രി പാസ്സും കൂടെ ചേർത്ത് 350 രൂപയുടെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10 റൈഡ് നമുക്ക് കയറാൻ പറ്റും. പിന്നെ കുറേ ഫ്രീ റൈഡ്സൊക്കെ ഇതിനകത്തുണ്ട്, അതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഫുൾ റൈഡ് നമ്മൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 600 രൂപയുടെ പാക്കേജ് എടുക്കണം. അപ്പം നമ്മളൊരു 350 രൂപയുടെ പാക്കേജ് എടുത്ത് 10 റൈഡ് കയറാൻ പറ്റുന്ന ടൈപ്പിൽ. പിന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഫ്രീ റൈഡ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ട്, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല അടിപൊളി സെറ്റപ്പിൽ ഇങ്ങനെ കുറേ ഭാഗങ്ങളും കുറേ ഏരിയാസൊക്കെ ഉണ്ട്, അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനാണെങ്കിൽ വലിയ വെയിലൊന്നും അത്രയായിട്ട് നമുക്ക് കേൾക്കുന്നില്ല. അത്യാവശ്യം തണലും കാര്യങ്ങളും. പിന്നെ ഇതുപോലെ ഓരോരോ മൃഗങ്ങളുടെയൊക്കെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ റിയലാണെന്ന് തോന്നുന്ന രീതിയിൽ അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കാളവണ്ടിയും വള്ളവും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കയറി വരുമ്പോൾ തന്നെ അടിപൊളി ഒരു ആംബിയൻസ് ആട്ടോ. കണ്ടോ ചുണ്ടൻ വള്ളം. അപ്പം അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല വൈബാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് റൈഡുകളൊക്കെ ഇഷ്ടം പോലെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ റൈഡുകളൊക്കെ കണ്ടും കയറിയൊക്കെ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ എത്തിയ കാരണം ഇവിടെ തിരക്കൊക്കെ കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് പിള്ളേർക്ക് എല്ലാ റൈഡിലും ഫ്രീ ആയിട്ട് കയറി ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അധികം തിരക്കായിട്ടില്ല. ഉച്ച കഴിയുമ്പോഴത്തേനും ഇവിടെ തിരക്കൊക്കെ ആവും. ഈവനിങ്ങിലൊക്കെയാണ് ഫാമിലീസൊക്കെ കൂടുതലും ഇവിടെ വരുന്നത്. പിന്നെ ഇവരിതുണ്ടോ, ഇതൊക്കെ ഫ്രീ റൈഡ്സാണ് ഇപ്പോൾ ഇവർ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിലൊക്കെ ആർക്ക് വേണമെങ്കിലും കയറാം. ഇപ്പോൾ ഷെമിയും ആസിയും കൂടെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ. ഇവിടെ കുറേ ഇതുപോലെ പിള്ളേർക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ചെറിയ ചെറിയ അഡ്വഞ്ചർ പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആച്ചപ്പനാണ്ട് ഷെമിയെ തോപ്പിച്ചാണ്ട് ഫസ്റ്റ് ഇറങ്ങുന്നു.
അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ കയറിയ ഒരു പേബിൾ റൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, പെഡൽ ബോട്ടാണ്. നല്ല ഫാമിലിയായിട്ട് എല്ലാവർക്കും കൂടെ കയറി 2 പേർക്ക് 2 സൈഡിൽ നിന്ന് ചവിട്ടാൻ പറ്റും. അങ്ങനെ ചവിട്ടി നമ്മൾ ഈ റൗണ്ടൊന്നിങ്ങനെ ഫിനിഷ് ചെയ്യുക. കുറച്ച് ഏരിയ ഉണ്ട് ഇങ്ങനെ കറങ്ങി വരാനായിട്ട്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി തിരിച്ചൊക്കെ ഇങ്ങനെ പോകണം. കുഴപ്പമില്ല, നല്ല രസമുള്ള ഒരു റൈഡായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള കുറേ മോഡൽസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ആമയുടെയാണ്. ഇതിൻ്റെ പുറത്ത് പിള്ളേരൊക്കെ കയറിയിരുന്ന് ഫോട്ടോ എടുത്തത്. നല്ല രസമാണ് ഫോട്ടോ എടുക്കാനൊക്കെ. ഇതുപോലെ കാട്ടുപോത്ത്, ആന, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അപ്പുറത്ത് ഒരു അരിക്കൊമ്പനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അരിക്കൊമ്പനെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണേ. പോയിട്ട് അവിടെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. ഇത് കൊള്ളാലോ, അടിപൊളി ഒരു ഏർമാടം കേട്ടോ. ഇതിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് അടിപൊളി ഒരു വ്യൂ കേട്ടോ. മേളിൽ നിന്നുള്ള വ്യൂ, നല്ല കാറ്റും ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ പുറത്ത് കയറി. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കയറി നോക്കാനുള്ള പരിപാടി എല്ലാവരും, പിള്ളേരും എല്ലാവരും കയറി. ഓക്കെ, ഇവിടുന്ന് കയറിയിട്ട് ചുറ്റുമുള്ള ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണിച്ചു തരാവേ. കണ്ടോ, ഇവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ റോപ്പേ കൂടെ പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, പുല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുവാണ്. നല്ല അടിപൊളി ഒരു ഏർമാടം. ഏർമാടത്തിൻ്റെ നേരെ അപ്പുറത്ത് അരിക്കൊമ്പനും കിടപ്പുണ്ട്. അപ്പം അടിപൊളിയാണ് കേട്ടോ. കയറാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഇവിടെ താഴോട്ട് ഇറങ്ങണ ഇച്ചിരി പാടാട്ടോ. നോക്കി ഇറങ്ങിയിട്ട് താഴെ വീഴും. അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പം ഇതൊരു വീഡിയോയിലൊന്നും ഇത് തീരത്തില്ല. അപ്പം 2-3 വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ടൊക്കെ ഉണ്ടാവും. അതെല്ലാവരും വന്ന് കാണണം കേട്ടോ. ഒരുപാട് റൈഡ്സ് ഉണ്ട്, അടിപൊളിയാണ് കാണാൻ. അപ്പോൾ വീണ്ടും മറ്റൊരു മനോഹരമായ വീഡിയോയുമായി കണ്ടുമുട്ടാം.